നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPIക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കർശന നടപടികൾ തുടരുന്നു. ഡൽഹിയിലെ പാർട്ടി ദേശീയ ഓഫീസിലും കേരളത്തിൽ തിരുവനന്തപുരം പാളയത്തെ സംസ്ഥാന ഓഫീസിലുമടക്കം ED റെയ്ഡ് നടക്കുകയാണ്. രാജ്യമെമ്പാടുമുള്ള 15ഓളം SDPI ഓഫീസുകളിലാണ് ഇപ്പോൾ റെയ്ഡ് തുടരുന്നത്. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസി അറസ്റ്റിലായതിനു പിന്നാലെയാണ് മലപ്പുറത്ത് ED സംഘം എത്തിയത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനോട് പോലും കോൺഗ്രസും CPMനും യോജിപ്പുണ്ടായിരുന്നില്ല. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും SDPI വഴി പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദികളുടെ പിന്തുണ ഇരു പാർട്ടികളും സ്വീകരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടും SDPIയും തമ്മിൽ വ്യത്യാസമില്ലെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തിനായി രാജ്യത്തിനു പുറത്തുനിന്ന് നിയമവിരുദ്ധമായി ഒഴുകിയെത്തിയ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തത് SDPI ആണെന്ന് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ക്രിസ്ത്യൻ സംഘടനയായ കാസ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നുവെന്ന സൂചനയും വന്നത്. പിന്നാലെ സംഘടനയ്ക്കും ക്രിസ്ത്യൻ സമൂഹത്തിനുമെതിരെ ഇടത് ജിഹാദി സഖ്യം വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കള്ളപ്പണക്കേസിൽ SDPI ദേശീയ പ്രസിഡന്റ് അറസ്റ്റിലായതിനെ കാസ സ്വാഗതം ചെയ്തതോടെയാണ് കാസയ്ക്കെതിരെ സൈബർ ആക്രമണമുണ്ടായത്. മാത്രമല്ല, തങ്ങൾ സമാധാനം മാത്രം ആഗ്രഹിക്കുന്നവരാണെന്ന മറ്റ് കമന്റുകളും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കാസ. നിങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണെങ്കിൽ ആദ്യം ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ SDPI നേതാവായ MK ഫൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യൂ എന്നാണ് കാസ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ ഭീകരവാദ പ്രസ്ഥാനത്തെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നും കാസ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. നിങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണെങ്കിൽ ആദ്യം ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ SDPIയുടെ നേതാവായ MK ഫൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യുകയും ഒപ്പം SDPI എന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് കാസയുടെ കാര്യത്തിൽ ആശങ്കപ്പെടൂ കോയമാരെ. അല്ലാതെ സ്വന്തം സമുദായത്തിൽ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി നിർത്തിയിട്ട് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് കയറുന്നത് തികച്ചും അപഹാസ്യമാണ് എന്നാണ് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നാലെ കാസ കണ്ണൂരിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റിൽ ഇസ്ലാമിക സ്റ്റേറ്റ് മാസികയുടെ കവർ ചിത്രത്തിൽ മലയാളി കേരളത്തിനൊരു പൊൻതൂവൽ കൂടെ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: അൽ കേരളത്തിനൊരു പൊൻതൂവൽ. ഇസ്ലാമിക സ്റ്റേറ്റ് മാസികയുടെ കവർ ചിത്രത്തിൽ മലയാളി 100% സാക്ഷരരും ഇടത് കോൺഗ്രസ് ജിഹാദികളുടെ ഭാഷയിൽ പറഞ്ഞ പ്രബുദ്ധരുടെ നാടുമായ കേരളത്തിന് തിലകക്കുറിയായ ഒരു മലയാളി. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകര സംഘടനയായ ISISന്റെ ഇസ്ലാമിക സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ 3ാം പതിപ്പ് കവർ ചിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ടാണ് ഈ മലയാളി പ്രബുദ്ധ കേരളത്തിന്റെ ഹീറോ ആയത്. 2020 അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഗുരുദ്വാരയിൽ നടന്ന 25 സിഖുകാർ കൊല്ലപ്പെട്ട ചാവേർ ബോംബ് സ്ഫോടനത്തിലെ ചാവേർ ആയിരുന്നു കേരളത്തിലെ കാസർഗോഡ് നിന്നുള്ള മുഹമ്മദ് സാജിദ് കതിരുമ്മൽ എന്ന അബു ഖാലിദ് അൽ ഹിന്ദി. സംഭവം നടക്കുന്നതിന് 4 വർഷം മുമ്പ് കാസർഗോഡ് നിന്നും ISISൽ ചേരാൻ പോയ 14 പേരിൽ ഒരാളാണ് കാസർഗോഡ് ഒരു കടയുടമയായിരുന്ന ഈ ഇസ്ലാം ഭീകരൻ. കൃത്യമായി പറഞ്ഞാൽ അവിശ്വാസികളെയും ക്രിസ്ത്യാനികളെയും കണ്ടാൽ കൊല്ലണം എന്ന ഐഡിയോളജി അക്ഷരം പ്രതി നടപ്പാക്കിയ കറതീർന്ന ഇസ്ലാമിക തീവ്രവാദി. കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മതേതര സാംസ്കാരിക നായ്ക്കളും ഈ സംഭവം അറിഞ്ഞ ഭാവം കാണിച്ചിട്ടില്ല. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. ഇവിടെ ഹമാസിന് വേദി കൊടുക്കുന്ന മുസ്ലിങ്ങളെ നമുക്ക് കാണാം. പോപ്പുലർ ഫ്രണ്ടിനും SDPIയും പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്കും ഒപ്പം വേദി പങ്കിടുന്ന രാഷ്ട്രീയക്കാരെ നമുക്ക് കാണാം. എന്നാൽ ഇതുപോലെ സ്വന്തം സഹജീവിയെ കൊന്നുകളഞ്ഞ ഈ തീവ്രവാദികളെ തള്ളിപ്പറയാൻ ഒരുത്തനുമില്ല. ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തി. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും താങ്ങുന്ന ക്രിസ്ത്യാനിയും ഹൈന്ദവനും ഇതിനെക്കുറിച്ച് ബോധവാന്മാർ ആയില്ലെങ്കിൽ നമുക്കും ഇതേ ഗതി വരും എന്ന് ഓർത്തുകൊള്ളൂ. നാളെ ഇയാളും കേരളത്തിലെ മലപ്പുറത്തെയോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെയോ ആനപ്പുറത്ത് നെറ്റിപ്പട്ടമായി ഇവനെ നമുക്ക് കാണാം. കേരളവും മലയാളി ജിഹാദികളും ഇല്ലാതെ എന്ത് തീവ്രവാദം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.